വി.ഡി. സതീശന് വേണ്ടി കൊല്ലത്തും ഫ്ലെക്സ് ബോർഡ്. മൺട്രോത്തുരുത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. പട നയിച്ചവൻ കേരളം നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകം. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ വി.ഡി. സതീശനും ചെന്നിത്തലയ്ക്കും കെ.സി. വേണുഗോപാലിനും വേണ്ടിയൊക്കെ പലയിടങ്ങളിലായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ വരികയാണ്. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ അനുകൂലികൾ അദ്ദേഹത്തിന് വേണ്ടി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നു. പത്തനംതിട്ടയിൽ ചെന്നിത്തല അനുകൂലികൾ അദ്ദേഹത്തിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. ഇപ്പോൾ കൊല്ലത്ത് വി.ഡി. സതീശന് വേണ്ടി ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുകയാണ്. ഈ ത്രിമൂർത്തികളുടെ പേരിൽ കൊല്ലത്ത് ത്രിമൂർത്തികളുടെ എല്ലാവരുടെയും പേരിൽ കൊല്ലത്ത് ഫ്ലക്സ് ബോർഡുകൾ ആയിക്കഴിഞ്ഞു. ഇതിപ്പോ ഇന്ന് മൺട്രോത്തുരുത്തില് ഈ ഫ്ലക്സ് ബോർഡ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം അത് യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണെങ്കിൽ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് കൊല്ലം ചിന്നക്കടയിൽ രമേശ് ചെന്നിത്തലയുടെ പേരിൽ പത്തനംതിട്ടയിൽ പറഞ്ഞ അതേ ശീർഷകത്തോടു കൂടി ഈ കൊല്ലം ചിന്നക്കട റൗണ്ടിൽ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല, മറുഭാഗത്ത് വി.ഡി. സതീശൻ, കളക്ടറേറ്റിന് സമീപത്ത് കെ.സി. വേണുഗോപാൽ. അങ്ങനെ കൊല്ലം നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും ഈ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് ഈ മൂന്ന് ഗ്രൂപ്പുകാരും അവരുടെ ശക്തി പ്രകടനം ഇപ്പോൾ കാണിക്കുകയാണ്. നിലവിൽ ഇന്ന് രാത്രിയും കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിനും ഈ ദില്ലിയിൽ നിന്ന് ഒബ്സർവർ സംഘം എത്തിക്കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരെ തങ്ങളാണ് ഏറ്റവും വലിയ ശക്തരെന്ന് കാണിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഐ ഗ്രൂപ്പിന്റെ ഒരു തട്ടകം കൂടിയാണ്. അവിടെ ഐ ഗ്രൂപ്പ് ദുർബലമാണെങ്കിൽ പോലും പഴയ ഐ ഗ്രൂപ്പ് ആളുകൾ മുഴുവനും കടമുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്തുണ്ട്. രാജ്കുമാർ, ഈ കൊല്ലത്ത് ചെന്നിത്തല അനുകൂലികളും ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കൊല്ലം ചിന്നക്കടയില് കെ.എസ്.യു പ്രവർത്തകർ, ഐ ഗ്രൂപ്പുകാരായ കെ.എസ്.യു പ്രവർത്തകരുടെ പേരിലാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. അവിടെ ഇപ്പൊ ഈ പത്തനംതിട്ടയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് കേരളത്തിന്റെ സ്പന്ദനം അറിയുന്നവൻ കേരളം നയിക്കട്ടെ എന്ന ശീർഷകം കൊടുത്തുകൊണ്ടാണ് ഇപ്പോ കൊല്ലം ചിന്നക്കടയിൽ ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വെച്ചതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് കെ.എസ്.യുവിന്റെ പേരിൽ ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് അവരും അവരെ കരുത്ത് കാട്ടുന്നത്. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.